നമസ്കാരം. വളരെ കൗതുകം തോന്നുന്ന ഒരു കേസിൻ്റെ കാര്യമാണ് ഇന്ന് പറയാനുള്ളത്. ഒരു സ്ത്രീയിൽ നിന്നും 34 വർഷം മുമ്പ് കൈക്കൂലി വാങ്ങിയ സംഭവം. എത്ര രൂപയെന്നോ? 20 രൂപ. ഈ സംഭവത്തിൽ വിരമിച്ച പോലീസ് കോൺസ്റ്റബിളിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. 1990-ൽ ബീഹാറിലെ സഹർസ റെയിൽവേ സ്റ്റേഷനിൽ പച്ചക്കറി കൊണ്ടുപോവുകയായിരുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് പോലീസുകാരൻ കൈക്കൂലി വാങ്ങിയത്. 1990 മെയ് 6-ന് ബരാഹിയിൽ നിന്നുള്ള കോൺസ്റ്റബിളായ സുരേഷ് പ്രസാദ് സിംഗ് സഹർസ റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്താണ് ഈ സംഭവം. സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പച്ചക്കറി കെട്ടുമായി വരികയായിരുന്ന മഹേഷ് കുണ്ട് സ്വദേശിയായ സീതാദേവിയെ സുരേഷ് പ്രസാദ് തടഞ്ഞു. ഇതിനുശേഷം ഇവരോട് സുരേഷ് എന്തോ പറയുകയും ഉടൻ ഇവർ 20 രൂപ നൽകുകയും ചെയ്തു. എന്നാൽ അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ ഇൻചാർജ് ഇയാളെ കൈയോടെ പിടികൂടുകയും കൈക്കൂലി പണം ഉടൻ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഈ കേസിൽ 34 വർഷത്തിന് ശേഷം സുരേഷ് പ്രസാദിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ പ്രത്യേക വിജിലൻസ് ജഡ്ജി സുധേഷ് ശ്രീവാസ്തവ പോലീസ് ഡയറക്ടർ ജനറൽ അതായത് DGPക്ക് നിർദ്ദേശം നൽകി. 3 പതിറ്റാണ്ടിലേറെയായി കേസിലെ നിയമ നടപടികൾ തുടരുകയായിരുന്നു. ഇതിനിടെ ജാമ്യം ലഭിച്ച സുരേഷ് പ്രസാദ് കോടതിയിൽ ഹാജരാകാതിരുന്നതോടെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. 1999 മുതൽ ഇയാൾ ഒളിവിലാണ്. സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷവും സുരേഷിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ലഖിസറായ് ജില്ലയിലെ ബരാഹിയയിലെ ബിജോയ് ഗ്രാമത്തിലാണ് സുരേഷ് താമസിച്ചിരുന്നത്. എന്നാൽ മഹേഷ് കുണ്ടിൽ തെറ്റായ വിലാസമാണ് നൽകിയതെന്ന് സുരേഷിൻ്റെ സർവീസ് രേഖകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമാവുകയും ചെയ്തു. ഇതോടെയാണ് കോടതി കടുത്ത നടപടികളിലേക്ക് കടന്നത്. നോക്കണേ, ഒരു 20 രൂപയ്ക്ക് കൊടുക്കേണ്ടി വന്ന വലിയ വില.